കഴിഞ്ഞ 100 വർഷത്തോളമായി ലോകത്തെ വാഹന വ്യവസായം അടക്കി വാണിരുന്നത് പ്രധാനമായും 3 രാജ്യങ്ങളായിരുന്നു: ജർമ്മനി, ജപ്പാൻ, അമേരിക്ക. ടൊയോട്ട, ഫോക്സ്വാഗൻ, മെഴ്സിഡസ് ബെൻസ്, ഫോർഡ്, ഹോണ്ട, BMW തുടങ്ങിയ പേരുകൾ ആധുനിക വാഹന ലോകത്തിന്റെ പര്യായങ്ങളായി മാറി. ഈ കമ്പനികൾ കേവലം വാഹന നിർമ്മാതാക്കൾ മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ രാജ്യങ്ങളുടെ അഭിമാനവും സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണും കൂടിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഈ വ്യവസായത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ സംഭവിച്ചു. മെഴ്സിഡസ് ബെൻസിന്റെ ലാഭത്തിൽ 28% ഇടിവുണ്ടായി. പോർഷയുടെ ലാഭം ഒറ്റ വർഷം കൊണ്ട് 92%മാണ് കൂപ്പുകുത്തിയത്. ജീപ്പ്, ഫിയറ്റ് തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ മാതൃകമ്പനിയായ സ്റ്റെല്ലാന്റിസ് $26 ബില്യൺ ഭീമമായ നഷ്ടമാണ് നേരിട്ടത്. ജർമ്മൻ ഭീമനായ ഫോക്സ്വാഗൻ 15,000 ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതരായി. ഈ വമ്പൻ തകർച്ചകൾക്ക് പിന്നിലെല്ലാം ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: BYD, ബിൽഡ് യുവർ ഡ്രീംസ്. 2003 വരെ സാധാരണ മൊബൈൽ ബാറ്ററികൾ മാത്രം നിർമ്മിച്ചിരുന്ന ഒരു ചെറിയ കമ്പനി ഇന്ന് ലോക വാഹന വിപണിയെ ഒന്നാകെ വിറപ്പിക്കുകയാണ്. ഒരു കാലത്ത് ഈ കമ്പനി ടെസ്ലയ്ക്ക് എതിരാളിയാകുമെന്ന് ചോദിച്ചപ്പോൾ ടെസ്ലയുടെ CEO ഇലോൺ മസ്ക് ഒരു അമേരിക്കൻ ടെലിവിഷൻ അഭിമുഖത്തിൽ പൊട്ടിച്ചിരിക്കുകയുണ്ടായി. നിങ്ങൾ അവരുടെ കാർ കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു മസ്കിന്റെ അന്നത്തെ പരിഹാസം. എന്നാൽ ഇന്ന് മസ്ക് ചിരിക്കുന്നില്ല. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്ന കമ്പനിയായി BYD മാറിയിരിക്കുന്നു. ഒരു ചെറിയ ബാറ്ററി നിർമ്മാണ വർക്ക്ഷോപ്പിൽ നിന്ന് 10 വർഷത്തിൽ താഴെ സമയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികളെ മുട്ടുകുത്തിക്കാൻ BYDക്ക് എങ്ങനെ കഴിഞ്ഞു? ഇതിനു പിന്നിൽ ലോകം അധികം ശ്രദ്ധിക്കാത്ത വലിയൊരു കഥയുണ്ട്. ചൈനീസ് വിപണിയിൽ മാത്രമാണ് BYD വിജയിക്കുന്നത് എന്ന് കരുതിയാൽ അത് വലിയൊരു തെറ്റാണ്. ഇന്നവർ ലോകത്തിലെ എല്ലാ വൻകരകളിലും അതിവേഗം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിയത്. തായ്ലൻഡിൽ വെറും 18 മാസം കൊണ്ടാണ് ഇലക്ട്രിക് വാഹന വിപണിയുടെ 40% BYD സ്വന്തമാക്കിയത്. ഇതിന്റെ ഫലമായി മിത്സുബിഷിക്ക് അവരുടെ പ്രാദേശിക ഫാക്ടറി പൂട്ടേണ്ടി വന്നു. മസ്ദ തങ്ങളുടെ ഉൽപാദനം 60%-ഓളം വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 40 വർഷമായി ജാപ്പനീസ് കാറുകളുടെ കോട്ടയായിരുന്ന ഒരു പ്രദേശം ചുരുങ്ങിയ കാലം കൊണ്ട് ചൈനീസ് കാറുകൾക്ക് കീഴടങ്ങി. സിംഗപ്പൂരിൽ കഴിഞ്ഞ വർഷം വിറ്റ 5 പുതിയ കാറുകളിൽ ഒരെണ്ണം വീതം BYD ആയിരുന്നു. 2024 മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് ബ്രാൻഡായി ഈ കമ്പനി മാറി. യൂറോപ്പിലും സ്ഥിതി വ്യത്യസ്തമല്ല. തങ്ങളുടെ സുരക്ഷിത താവളമെന്ന് യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ കരുതിയിരുന്ന യൂറോപ്പിൽ ഇന്ന് 11%-ലധികം ഇലക്ട്രിക് കാറുകളും ചൈനീസ് ബ്രാൻഡുകളുടേതാണ്. റെനോ 5 വർഷത്തിനിടയിലെ ആദ്യത്തെ വലിയ നഷ്ടം രേഖപ്പെടുത്തി. യൂറോപ്യൻ ആഡംബര കാറുകളുടെ രാജാവായ ഓഡിക്ക് പോലും ചൈനയിലും യൂറോപ്പിലും ഒരുപോലെ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുകയാണ്. ബ്രസീലിൽ ഒറ്റ വർഷം കൊണ്ട് ഇലക്ട്രിക് കാർ വിപണിയുടെ 72%-വും BYD പിടിച്ചെടുത്തു. മെക്സിക്കോ, ഇസ്രയേൽ, നോർവേ എന്നിവിടങ്ങളിലും BYD വൻ വിജയമാണ് നേടുന്നത്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്കയിൽ മാത്രമാണ് BYDക്ക് ഇതുവരെ കടന്നു കയറാൻ കഴിയാത്തത്. ബാക്കി ലോകത്തെവിടെ BYD കാലുകുത്തിയാലും അവിടെ മറ്റ് കമ്പനികൾ തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വിജയഗാഥ മനസ്സിലാക്കണമെങ്കിൽ വാങ് ചുവാൻഫു എന്ന വ്യക്തിയെക്കുറിച്ച് അറിയണം. 1995-ൽ 29 വയസ്സുള്ള ഈ എഞ്ചിനീയർ തന്റെ ബന്ധുവിൽ നിന്ന് $40,000 കടം വാങ്ങി ഷെൻഷനിൽ ഒരു ചെറിയ ബാറ്ററി നിർമ്മാണ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. മികച്ച പ്രവർത്തനത്തിലൂടെ വെറും 7 വർഷത്തിനുള്ളിൽ മോട്ടറോള, നോക്കിയ തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ബാറ്ററികൾ നൽകുന്ന തലത്തിലേക്ക് അദ്ദേഹം വളർന്നു. 2003 ആയപ്പോഴേക്കും BYD ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളായി മാറി. അതേ വർഷം അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ച ഒരു നിർണായക തീരുമാനമെടുത്തു. തന്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് തകർന്നു കിടക്കുന്ന ഒരു സർക്കാർ കാർ കമ്പനി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. സ്വന്തം നിക്ഷേപകർ പോലും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വാർത്ത പുറത്തു വന്നതോടെ BYDയുടെ ഓഹരി മൂല്യം 2 ദിവസം കൊണ്ട് കുത്തനെ ഇടിഞ്ഞു. കാർ ഓടിക്കാൻ ലൈസൻസ് പോലുമില്ലാത്ത ഒരു ബാറ്ററി നിർമ്മാതാവ് കാർ വ്യവസായത്തിലേക്ക് വരുന്നത് വലിയൊരു തമാശയായി പത്രങ്ങൾ എഴുതി തള്ളി. എന്നാൽ വാങ് ചുവാൻഫുവിന്റെ യുക്തി ലളിതമായിരുന്നു. കാറുകളുടെ ഭാവി എഞ്ചിനുകളിലല്ല, ബാറ്ററികളിലാണ്. ബാറ്ററികളെക്കുറിച്ച് അദ്ദേഹത്തെക്കാൾ നന്നായി അറിയാവുന്ന മറ്റാരും അന്നുണ്ടായിരുന്നില്ല. തുടർന്നുള്ള 15 വർഷം ലോകം അദ്ദേഹത്തെ പരിഹസിച്ചെങ്കിലും അദ്ദേഹം തളർന്നില്ല. ഈ കാലയളവിൽ അദ്ദേഹം എടുത്ത 3 നിർണായക തീരുമാനങ്ങളാണ് BYDയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. ഒന്നാമത്തേത് എല്ലാം സ്വന്തമായി നിർമ്മിക്കുക, അതായത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. ടെസ്ല തങ്ങളുടെ ബാറ്ററികൾ പാനസോണിക്കിൽ നിന്നാണ് വാങ്ങുന്നത്. ഫോക്സ്വാഗൺ തങ്ങളുടെ കാറുകൾക്കുള്ള ചിപ്പുകൾ, മോട്ടോറുകൾ, ഗ്ലാസുകൾ എന്നിവയ്ക്ക് മറ്റ് നിരവധി കമ്പനികളെ ആശ്രയിക്കുന്നു. എന്നാൽ കാറിന് വേണ്ടതെല്ലാം സ്വന്തമായി നിർമ്മിക്കാൻ BYD തീരുമാനിച്ചു. ബാറ്ററികൾ, മൈക്രോ ചിപ്പുകൾ, മോട്ടോറുകൾ, ഹെഡ്ലൈറ്റുകൾ, വിൻഷീൽഡുകൾ, സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയെല്ലാം അവർ സ്വന്തം ഫാക്ടറികളിൽ ഉണ്ടാക്കി. 2021-ൽ ചിപ്പുകളുടെ ക്ഷാമം ലോകത്തെ കാർ വ്യവസായത്തെ തളർത്തിയപ്പോൾ സ്വന്തമായി ചിപ്പുകൾ നിർമ്മിക്കുന്ന BYDയെ അതൊന്നും ബാധിച്ചില്ല. പ്രതിസന്ധികൾ അവരെ കൂടുതൽ കരുത്തരാക്കി മാറ്റുകയാണ് ചെയ്തത്. രണ്ടാമത്തേത് പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ. ടെസ്ലയും മറ്റ് കമ്പനികളും പൂർണ്ണമായും ഇലക്ട്രിക് കാറുകൾക്ക് പിന്നാലെ പോയപ്പോൾ BYD പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
കുറഞ്ഞ ദൂരത്തേക്ക് ബാറ്ററിയും കൂടുതൽ ദൂരത്തേക്ക് പെട്രോളും ഉപയോഗിക്കാവുന്ന കാറുകൾ. ചാർജിംഗ് സ്റ്റേഷനുകൾ കുറവായിരുന്ന ചൈനയിൽ ഇത് വലിയ വിജയമായി. അങ്ങനെ ടെസ്ലയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര വലിയൊരു ഉപഭോക്തൃ അടിത്തറ, അതായത് ഏകദേശം 500 ദശലക്ഷം ആളുകളെ BYD വളരെ വേഗം സ്വന്തമാക്കി. മൂന്നാമതായി 2020 BYD ബ്ലേഡ് ബാറ്ററി എന്ന പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. മറ്റ് കമ്പനികൾ ഉപയോഗിച്ചിരുന്ന കൊബാൾട്ട് നിക്കൽ ബാറ്ററികൾക്ക് പകരം ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചുള്ള ബാറ്ററിയായിരുന്നു ഇത്. ഇവ നിർമ്മിക്കാൻ ചെലവ് കുറവായിരുന്നു, അപകടങ്ങളിൽ വേഗത്തിൽ തീ പിടിക്കില്ല, മാത്രമല്ല കൂടുതൽ കാലം ഈട് നിൽക്കുന്നതുമായിരുന്നു. ഇത് BYD കാറുകളുടെ വില ഗണ്യമായി കുറയ്ക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ഇന്ന് ടെസ്ല പോലും തങ്ങളുടെ കാറുകൾക്കായി BYDയിൽ നിന്നാണ് ബാറ്ററികൾ വാങ്ങുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. BYD മികച്ച കാറുകൾ നിർമ്മിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അവരുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം അതല്ല. ചൈനീസ് സർക്കാരിൽ നിന്ന് ലഭിച്ച ഭീമമായ സാമ്പത്തിക സഹായമാണ് അവരെ ഈ നിലയിൽ എത്തിച്ചത്. 2015-നും 2020-നും ഇടയിൽ ഏകദേശം $4.3 ബില്യൺ ചൈനീസ് സർക്കാർ നേരിട്ട് BYDക്ക് നൽകിയത്. 2016-ൽ BYD ഉണ്ടാക്കിയ ലാഭത്തെക്കാൾ കൂടുതൽ തുക സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമായിരുന്നു. അതായത് സർക്കാർ സഹായം ഇല്ലായിരുന്നെങ്കിൽ കമ്പനി വലിയ നഷ്ടത്തിലായേനെ. സൗജന്യമായി ഫാക്ടറികൾക്കുള്ള സ്ഥലം, സർക്കാർ ബാങ്കുകളിൽ നിന്ന് പലിശയില്ലാത്ത വായ്പകൾ, ഗവേഷണങ്ങൾക്കുള്ള നികുതി ഇളവുകൾ, സർക്കാർ വക വാഹനങ്ങൾക്കും ബസ്സുകൾക്കുമുള്ള വലിയ കരാറുകൾ എന്നിവയെല്ലാം അവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ലഭിച്ചു. കൂടാതെ കാർ വാങ്ങുന്നവർക്കും സർക്കാർ നേരിട്ട് പണം നൽകി. ഒരു കാർ വിൽക്കുമ്പോൾ $2000 മുതൽ $4000 വരെ സർക്കാർ പണമായി BYDയുടെ പോക്കറ്റിലെത്തി. ഇത്തരം സഹായങ്ങൾ ഉള്ളതുകൊണ്ട് BYDക്ക് വർഷങ്ങളോളം കാറുകൾ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു. അപ്പോഴും കമ്പനി ലാഭത്തിലായിരുന്നു. എന്നാൽ ഫോക്സ് വാഗണോ ടൊയോട്ടയ്ക്കോ ഇത്തരത്തിൽ വലിയ നഷ്ടത്തിൽ കാർ വിൽക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് യാഥാർത്ഥ്യം. ചൈനയുടെ മെയ്ഡ് ഇൻ ചൈന 2025 എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. ലോക വാഹന വ്യവസായം പിടിച്ചെടുക്കാനുള്ള ചൈനീസ് സർക്കാരിന്റെ ഒരു ആയുധം മാത്രമായിരുന്നു BYD. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് നടപടികൾ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും BYD ലോകം മുഴുവൻ വേരുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. ലക്ഷ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ചൈനീസ് സർക്കാർ പതിയെ സബ്സിഡികൾ നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അജയ്യരെന്ന് കരുതിയിരുന്ന BYDയുടെ കോട്ടയിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിരിക്കുന്നു. 2025-ൽ ഹോങ്കോങ് ആസ്ഥാനമായുള്ള GMT റിസർച്ച് എന്ന സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ട് സാമ്പത്തിക ലോകത്ത് വലിയൊരു ബോംബായി മാറി. BYD ഔദ്യോഗികമായി പറയുന്ന കടം 42 ബില്യൺ യുവാനാണ്. എന്നാൽ യഥാർത്ഥ കടം അതിന്റെ 8 ഇരട്ടിയോളം വരും, അതായത് ഏകദേശം 323 ബില്യൺ യുവാൻ. എങ്ങനെയാണ് ഇത്രയും വലിയ കടം അവർ മറച്ചുവെച്ചത്? സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് എന്ന തന്ത്രത്തിലൂടെയാണ് കമ്പനി ഇത് സാധിച്ചത്. കാർ വ്യവസായത്തിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സപ്ലയർമാർക്ക് 50 മുതൽ 60 ദിവസത്തിനുള്ളിൽ പണം നൽകുന്നതാണ് ലോകമെമ്പാടുമുള്ള പതിവ്. എന്നാൽ BYD പണം നൽകുന്നത് ശരാശരി 275 ദിവസങ്ങൾക്ക് ശേഷമാണ്, അതായത് ഏകദേശം 9 മാസത്തിന് ശേഷം. ഈ നൽകാനുള്ള ഭീമമായ തുക അവരുടെ ഔദ്യോഗിക കണക്ക് പുസ്തകത്തിൽ കടമായി കാണിച്ചിട്ടില്ല. സ്വന്തം സപ്ലയർമാരെ പലിശയില്ലാത്ത ഒരു ബാങ്കായി BYD ഉപയോഗിക്കുകയാണ്. ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമനായ എവർഗ്രാൻഡെ തകരുന്നതിന് തൊട്ടു മുൻപ് ചെയ്തതും സമാനമായ കാര്യമായിരുന്നു. ചൈനീസ് വാഹന വ്യവസായത്തിൽ പരസ്യമായി ആരും സംസാരിക്കാത്ത എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു തട്ടിപ്പുണ്ട്. അതിനെ സീറോ മൈലേജ് യൂസ്ഡ് കാറുകൾ എന്ന് വിളിക്കുന്നു. എല്ലാ മാസാവസാനവും സെയിൽസ് ടാർഗറ്റ് തികയ്ക്കുന്നതിനായി BYD ഡീലർമാർ തങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ബിനാമി കമ്പനികളുടെ പേരിൽ ആയിരക്കണക്കിന് പുതിയ കാറുകൾ രജിസ്റ്റർ ചെയ്യും. തുടർന്നിവ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കും. പേപ്പറുകളിൽ ഇത് പുതിയ കാറുകളുടെ വിൽപ്പനയായി കാണിക്കും. ഇങ്ങനെ കമ്പനിയുടെ വിൽപ്പന കണക്കുകൾ കൃത്രിമമായി കുതിച്ചുയരും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്താവും ഈ കാറുകൾ വാങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. ഉപയോഗിക്കാത്ത ഈ പുതിയ കാറുകൾ ചൈനയിലെ വലിയ മൈതാനങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന് നശിക്കുകയാണ്. 2024-ൽ ഇത്തരത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന ആയിരക്കണക്കിന് BYD കാറുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം 4.25 ദശലക്ഷം കാറുകൾ വിറ്റു എന്ന് കമ്പനി അഭിമാനത്തോടെ അവകാശപ്പെടുമ്പോൾ അതിൽ എത്രയെണ്ണം യഥാർത്ഥത്തിൽ മനുഷ്യർ വാങ്ങിയതാണ് എന്നത് ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യമാണ്. വലിയ തോതിലുള്ള ഉൽപാദനം കാറുകളുടെ ഗുണനിലവാരത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ കാറുകളുടെ സ്റ്റിയറിംഗ് കോളത്തിലെ തകരാറുകൾ കാരണം തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് 97,000 കാറുകളാണ് BYD ഒറ്റയടിക്ക് തിരികെ വിളിച്ചത്. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റീകോൾ ആയിരുന്നു അത്. എന്നാൽ ഈ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് 2025 ഒക്ടോബറിൽ മറ്റ് പല പ്രശ്നങ്ങൾ കാരണം 1,15,000 കാറുകൾ അവർക്ക് വീണ്ടും തിരികെ വിളിക്കേണ്ടി വന്നു. കാറിലെ റേഡിയോ പെട്ടെന്ന് പ്രവർത്തിക്കാതിരിക്കുക, GPS ഇല്ലാത്ത വഴികൾ കാണിക്കുക, കനത്ത മഴയത്ത് വൈപ്പറുകൾ പ്രവർത്തിക്കാതിരിക്കുക തുടങ്ങി നിരവധി പരാതികളാണ് ദിവസവും ഉപഭോക്താക്കൾ ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ ബ്രസീലിലെ തങ്ങളുടെ ഫാക്ടറി നിർമ്മാണ സ്ഥലത്ത് തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചതിന് കമ്പനിക്കെതിരെ ബ്രസീലിയൻ ലേബർ കോടതിയിൽ കേസും നടക്കുന്നുണ്ട്. 14 മണിക്കൂർ വിശ്രമമില്ലാത്ത ജോലി, തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കൽ എന്നിങ്ങനെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് അവിടെ ഉയർന്നത്.
ഈ പ്രശ്നം ബ്രസീൽ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ വരെ എത്തി. സാമ്പത്തികമായും കമ്പനി ഇപ്പോൾ വലിയ ക്ഷീണത്തിലാണ്. 2025 കമ്പനിയുടെ അറ്റാദായത്തിൽ 19% വലിയ ഇടിവുണ്ടായി. 2026 ആദ്യ മാസങ്ങളിൽ ആഗോള വിൽപ്പനയിൽ 41% ഇടിഞ്ഞത്. ചൈനീസ് വിപണിയിൽ തന്നെ ജീലി പോലെയുള്ള മറ്റ് കമ്പനികൾ BYDക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. വില കുറച്ചുള്ള ഈ അനാരോഗ്യകരമായ മത്സരം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ചൈനീസ് സർക്കാർ തന്നെ ഇപ്പോൾ കാർ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും BYD നാളെ തന്നെ തകർന്നു പോകും എന്ന് അർത്ഥമാക്കുന്നില്ല. കടലാസുകളിൽ അവർ ഇപ്പോഴും ഭീമമായ ആസ്തിയുള്ള ലാഭമുണ്ടാക്കുന്ന കമ്പനിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നതും അവർ തന്നെയാണ്. എന്നാൽ കമ്പനിയുടെ അടിസ്ഥാനത്തിലുള്ള വിള്ളലുകൾ ഇപ്പോൾ വളരെ വ്യക്തമാണ്. പല സാമ്പത്തിക വിദഗ്ധരും BYDയെ ഇപ്പോൾ ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമനായിരുന്ന എവർഗ്രാൻഡെയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആ പേര് തന്നെ വ്യവസായ ലോകത്ത് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. BYD ഭാവിയിലെ ടൊയോട്ട ആകുമോ അതോ എവർഗ്രാൻഡെ പോലെ കടക്കെണിയിൽപ്പെട്ട് തകർന്നടിയുമോ എന്നത് കാലം തെളിയിക്കും. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല. കാർ വ്യവസായത്തിൽ ചൈന ഇതുവരെ ചെയ്തത് ലോകത്തെ മറ്റു പല വ്യവസായങ്ങളിലും അവർ ആവർത്തിക്കാൻ പോകുന്നു എന്നതാണ്. ചൈനയുടെ 15ാമത് പഞ്ചവത്സര പദ്ധതിയിൽ അവർ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ലോകം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതി ബിസിനസ് ചെയ്യുന്നവർക്ക് ഭാവിയിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. കാരണം കളി നിയമങ്ങൾ പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. ആ കളി നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അമേരിക്കയോ ജപ്പാനോ യൂറോപ്പോ അല്ല, മറിച്ച് സാധാരണക്കാർക്ക് അധികം പരിചിതമല്ലാത്ത ചൈനീസ് നഗരങ്ങളാണ്. വാഹന ലോകത്തെ ഈ മാറ്റം വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ഒരു ചെറിയ തുടക്കം മാത്രമായിരിക്കാം.